പിന്നെ ഇവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ? പാലത്തായിലെ പെൺകുട്ടി അല്ലേ, പറഞ്ഞില്ലേ തെരഞ്ഞെടുപ്പ് കാലത്ത്? ഏതാ പാലത്തായി? കണ്ണൂർ ജില്ലയിലെ പാനൂരിനടുത്ത് പാലത്തായി എന്ന ഗ്രാമത്തിൽ ഒരു പെൺകുട്ടിയെ, ഒരു മുസ്ലിം പെൺകുട്ടിയെ ഒരു അധ്യാപകൻ പീഡിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ, പോക്സോ കേസാ, പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയെ ഒരു BJP-കാരനായ അധ്യാപകൻ പീഡിപ്പിച്ചു. വലിയ ജനരോഷമുയർന്നു. എന്നാൽ ഈ നാട്ടിൽ ലീഗും കോൺഗ്രസും ജമാഅത്ത് ഇസ്ലാമിയും അടക്കമുള്ളവര് പ്രചരിപ്പിച്ചെന്താ? കമ്മ്യൂണിസ്റ്റുകാര് പാലത്തായിലെ പെൺകുട്ടിയെ പീഡിപ്പിച്ച അധ്യാപകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ഈ നാട്ടില് നിരന്തരമായി പ്രചരണം നടത്തിയില്ലേ? അല്ല എന്ന് തെളിവ് സഹിതം പാർട്ടി നേതാക്കൾ പറഞ്ഞത് നിങ്ങൾ വിശ്വസിച്ചില്ല. ഈ പെൺകുട്ടിയുടെ നീതിക്ക് വേണ്ടി പ്രവർത്തിച്ച കമ്മിറ്റിയുടെ ചെയർമാൻ പോലും CPM-ന്റെ ബൈജു എന്ന് പറയുന്ന സഖാവായിരുന്നു ഇല്ലേ? നിങ്ങൾ വലിയ പ്രചരണം നടത്തിയതാ. തെരഞ്ഞെടുപ്പ് നടന്നു പ്രിയപ്പെട്ടവരെ. ആ പാലത്തായി വാർഡ് UDF-ൽ നിന്ന് പിടിച്ചെടുത്ത് അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ ജയിച്ച സഖാവിന്റെ പേര് ബൈജു. ബൈജു ജയിച്ചു എന്ന് മാത്രമല്ല, ആ ബൈജുവിന്റെ ആഹ്ലാദ പ്രകടനത്തിൽ പാലത്തായിലെ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അണിനിരന്നു. വല്ല ലീഗാരനും ജമാഅത്ത് ഇസ്ലാമിക്കാരനും സംശയമുണ്ടോ? എന്റെ കൂടെ വാ, ഞാൻ വെല്ലുവിളിക്കുന്നു. പ്രസംഗം കേൾക്കുന്ന നാട്ടിലുള്ളവര്. ഇവിടെ മാത്രമല്ല, ആ ആഹ്ലാദ പ്രകടനത്തിൽ അവര് ഭാഗവാക്കുകളായി. ആ ആഹ്ലാദ പ്രകടനം കഴിഞ്ഞ് അവിടുത്തെ പാർട്ടി മെമ്പർമാർക്ക് സ്വീകരണം കൊടുക്കുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്തവനാ ഞാൻ. പാലത്തായിൽ നിന്ന് ജയിച്ച ബൈജു സഖാവിന്റെ ഒരുമിച്ചിരുന്ന് അന്ന് സംസാരിച്ചവനാ ഞാൻ. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം നിങ്ങൾ പറഞ്ഞു പാലത്തായിലെ പെൺകുട്ടി അല്ലേ? ആ പെൺകുട്ടിയുടെ മാതാപിതാക്കള് അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ ജയിച്ചു വരുന്ന ബൈജുവിനെ ആ മാലയിട്ടത്. മനസ്സിലായി നിങ്ങൾക്ക്? ഈ നാട്ടിൽ നിങ്ങൾ കള്ളപ്രചരണം നടത്തുക. പിന്നെ എന്തായിരുന്നു നിങ്ങളുടെ പ്രചരണം? റിയാസ് മൗലവി വധക്കേസ് അല്ലേ സഖാവെ? റിയാസ് മൗലവി വധക്കേസ്. കാസർകോട്ടെ റിയാസ് മൗലവി കൊല്ലപ്പെട്ടു. ആരാ കൊന്നത്? RSSകാർ. ആ പ്രതികളെ എന്നാ പിടിച്ചത്? 3-ാമത്തെ ദിവസം. അപ്പൊ ഇവിടെ എന്താ പ്രശ്നം? 3-ാമത്തെ ദിവസം പിടിച്ച് പ്രതികളെ ജയിലിലിട്ടു. ആ കേസ് കോടതിയിൽ വിചാരണക്ക് വന്നു. കീഴ്ക്കോടതി, അത് വിചാരണ ചെയ്ത കോടതി ഈ പ്രതികളെ വെറുതെ വിട്ടു. ഈ പ്രതികളെ വെറുതെ വിട്ടപ്പോ ഈ നാട്ടിൽ ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അടക്കം പ്രചരിപ്പിച്ച എന്താണ്? പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുമ്പോ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടിരിക്കുന്നു. എന്റെ പൊട്ടന്മാര്, പിണറായി ആണോ കോടതിന്റെ ജഡ്ജി? അല്ല, പിണറായി അല്ല കോടതിന്റെ ജഡ്ജി. ഞങ്ങൾ മനസ്സിലാക്കിക്കോ. 2016 തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അങ്ങ് നാദാപുരത്ത് ഭാസ്കരൻ സഖാവിന്റെ മകൻ ഷിബിൻ എന്ന DYFI-കാരൻ 19 വയസ്സ് ഇല്ലേ, മുസ്ലിം ലീഗിന്റെ തമ്മാടിക്കൊട്ടം മഴുകൊണ്ട് വെട്ടി നെഞ്ചും കൂടൻ രണ്ടാക്കി അങ്ങനെ കൊടും ക്രൂരമായി കൊല ചെയ്തു ഇല്ലേ, ഷിബിൻ എന്ന് പറയുന്ന 19 വയസ്സുകാരനെ. ആ കേസ് കോടതിയിൽ നടന്നു. ആ കേസിലെ മുഴുവൻ മുസ്ലിം ലീഗിന്റെ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. എന്തേ നിങ്ങൾ പറയാഞ്ഞ്? പിണറായിയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, എന്നിട്ടും DYFI-കാരൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതികളെ വെറുതെ വിട്ടുന്ന് എന്തേ നിങ്ങൾ പറയാഞ്ഞത്? സർക്കാർ അപ്പീലിന് പോയി. അപ്പീലിന് പോയപ്പോ മേൽക്കോടതി ആ കേസിലെ 8ഓളം വരുന്ന മുസ്ലിം ലീഗിന്റെ തമ്മാടിക്കൂട്ടങ്ങളെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞ വർഷമാണ്, ഇതാ ജനുവരി 22-ന് വീണ്ടും വരികയാണ് രക്തസാക്ഷി ദിനം. കഴിഞ്ഞ 2025 ജനുവരി 22-ന് ഷിബിന് നീതി കിട്ടിയതിന് ശേഷമുള്ള ആദ്യത്തെ രക്തസാക്ഷി ദിന പരിപാടിയിൽ പങ്കെടുക്കാൻ ഞാൻ അവിടെ പോയിട്ടുണ്ട്. മനസ്സിലായി നിങ്ങൾക്ക്? അപ്പൊ ഷിബിന് നീതി കിട്ടി. എന്നാൽ റിയാസ് മൗലവി കേസ് അപ്പീലിന് പോയിട്ടുണ്ട്. ആ അപ്പീലിന്റെ വിധി വരട്ടെ. അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ മേലോട്ട് പോകും. അതാണ് ഗവൺമെന്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ പോലീസ് പിടിച്ചത് 3-ാം ദിവസം. അവര് പുറം ലോകം പിന്നെ കണ്ടതെന്നാണെന്നറിയോ? ലീഗിനും ജമാഅത്ത് ഇസ്ലാമിക്കും 7 കൊല്ലവും 7 ദിവസവും കഴിഞ്ഞിട്ട്. എന്തേ അങ്ങനെ? ആ പ്രതികൾ പോലീസിന്റെ റിമാൻഡ് തടവുകാരായി ജയിലിൽ കഴിഞ്ഞു. റിമാൻഡ് തടവ് നീട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കലും അതിനുവേണ്ടി കാര്യങ്ങൾ ചെയ്യുവാരാണ്? കേരളത്തിന്റെ പോലീസാണ്. ആ പോലീസിന്റെ മന്ത്രിയുടെ പേരെന്താണെന്നറിയോ? സഖാവ് പിണറായി വിജയൻ, കേരളത്തിന്റെ പോലീസ് മന്ത്രി, ആഭ്യന്തരമന്ത്രി. നമ്മുടെ നാട്ടില് കൊലക്കേസിലെ പ്രതികളായവരുണ്ടാവും. എന്റെ നാടിന്റെ പരിസരത്തൊക്കെ ഉണ്ട് കൊലക്കേസിൽ പ്രതികളായ പലരും ഉണ്ട്. ആ കൊലക്കേസിൽ പ്രതികളായ പലർക്കും നിശ്ചിത കാലാവധി കഴിഞ്ഞാൽ, തടവിന് ശിക്ഷിക്കപ്പെട്ട 1-2 കൊല്ലം കഴിഞ്ഞാൽ പരോൾ അനുവദിക്കും. 4-5 മാസം കൂടുമ്പോ 15 ദിവസമോ മറ്റാണ് പരോള്, 10, 12, 15 ദിവസം. എന്നാൽ കണ്ണൂർ ജില്ലയിലുള്ള ചീമേനിയിലുള്ള തുറന്ന ജയിലടക്കമുള്ള പല പ്രതികളെയും
അതായത് കൊടും കുറ്റവാളികളല്ലാത്ത എല്ലാ പ്രതികളെയും അവരുടെ സ്ഥിരം പരോളിന് പുറമെ കോവിഡ് എന്ന ആ മഹാമാരി പടർന്നപ്പോ ജയിലിലും കോവിഡ് പടരാതിരിക്കുന്നതിന് വേണ്ടി അവരിൽ പലർക്കും 2, 3, 4 മാസം കോവിഡിന്റെ കാലാവധി 1, 2 മാസം തുടർച്ചയായി നിന്ന ആളുകളെ എനിക്ക് പരിചയമുണ്ട്. അവരെയൊക്കെ തുറന്നുവിട്ടു. ആ കാലത്ത് പോലും റിയാസ് മൗലവി വധക്കേസിലെ ഒറ്റ പ്രതിയും പുറം ലോകം കണ്ടില്ല. ഈ കോടതി വിധി വന്നതിന് ശേഷം സഖാവ് പിണറായിയുടെ പോലീസ് പിടിച്ച് അകത്തിട്ട് 7 കൊല്ലവും 7 ദിവസവും കഴിഞ്ഞതിന് ശേഷമാണ് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികൾ പുറത്തു വന്നത് എന്ന് മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും മനസ്സിലാക്കുന്നത് നന്നായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്.